രാജ്യത്തെ സമുദ്ര മത്സ്യസമ്പത്തിനെ പരമാവധി ഉപയോഗപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ നയം മത്സ്യബന്ധന മേഖലയുടെ വളർച്ചയ്ക്കും മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനും ഊന്നൽ നൽകുന്നു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള സമുദ്രമേഖലയിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നതിന് അനുവാദം നൽകുന്ന ലെറ്റർ ഓഫ് പെർമിറ്റിന് പകരം പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും നയം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ബോട്ടുകൾ നടത്തുന്ന അനധികൃത മത്സ്യബന്ധനം തടയുന്നതിന് കരയിലും കടലിലും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. മത്സ്യബന്ധന ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ചിപ്പ് അടിസ്ഥാനമാക്കിയ രജിസ്ട്രേഷൻ നടപ്പിലാക്കും. മത്സ്യബന്ധന വള്ളങ്ങളുടെ നിയന്ത്രണത്തിനായി സംസ്ഥാന സമുദ്ര മത്സ്യബന്ധന നിയമത്തിൽ പരിഷ്കരണം പരിഗണിക്കുമെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നയം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ അന്താരാഷ്ട്ര അതിർത്തി മുറിച്ചു കടക്കുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സമുദ്രാതിർത്തി ഇടയ്ക്കിടെ പുനർനിർണ്ണയിക്കുന്നതാണ് പ്രശ്നത്തിന് പ്രധാന കാരണം. അതിനാൽ ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകും. മറ്റു രാജ്യങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ ജോലിയെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അനുമതി നൽകും. നൈപുണ്യ വികസനം, ധനസഹായം ഉൾപ്പെടെയുള്ളവയിലൂടെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തും. വറുതിയുടെ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന നഷ്ടപരിഹാര സഹായം കൂടുതൽ ശക്തമാക്കുമെന്നും നയം വ്യക്തമാക്കുന്നു. അടുത്ത 10 വർഷത്തെ സമുദ്ര മത്സ്യബന്ധന മേഖലയുടെ വളർച്ച ലക്ഷ്യമാക്കിയാണ് കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് നയം തയ്യാറാക്കിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.